ഓൺലൈൻ ഷോപ്പിങ്ങിലെ ഒരു സൂപ്പർ സംഭവമാണ് കേട്ടോ ഈ ഒരു സിസ്റ്റം. ഇവിടെ നമ്മൾ പാഴ്സൽ മിസ്സാകുന്നില്ല, ആരും എടുത്തുകൊണ്ട് പോകുന്നില്ല, മോഷണം എന്ന് പറഞ്ഞ സംഭവമില്ല. പിന്നെ ഡെലിവേർഡ് ചെയ്ത സാധനം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു, വേറൊരു തേർഡ് പേഴ്സൺ അവിടെ ഇല്ല. ടെക്നോളജിയിലെ അമേരിക്ക എന്നും ഒരു 2 പടി മുന്നിലാണ്, നമ്മൾ എത്രയോ പുറകെ കിടക്കുന്നു. ഇന്നേ ഞാനൊരു സംഭവം കാണിക്കാം. നമ്മുടെ നാട്ടിലുള്ള അപ്പാർട്ട്മെൻറ്റുകളും ഇങ്ങനെയുള്ളൊരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്താൽ ഒത്തിരി പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. ഗ്രേറ്റ്. അപ്പോൾ ഇനി പാഴ്സൽ എടുക്കാം. സോ നൈസ്. ഷോപ്പിംഗ് എന്ന് വെച്ചാലേ ഇപ്പോൾ ഏതാണ്ട് 80% നമ്മൾ അവിടെയും ഇവിടെയും എല്ലാം ഓൺലൈൻ തന്നെയാണല്ലോ. അപ്പോൾ ഈ ഓൺലൈൻ ഷോപ്പിങ്ങിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ ബോധ ചെയ്യുന്ന അതിൻ്റെ ഡെലിവറിയാണ്. ഈ ഡെലിവറി ടൈമിൽ അവർ തരുന്ന OTP ഷെയർ ചെയ്യണം. അല്ലെങ്കിൽ ചിലർ സ്ട്രിക്റ്റായിട്ട് നമ്മുടെ ID കാർഡ് ചോദിക്കും. ഇതൊന്നുമില്ലാതെ ഒരു മനുഷ്യനിത് കൊണ്ടുതരികയേ വേണ്ട, ഒരു ഡെലിവറി ബോയ് വേണ്ട, ഒരു OTP വേണ്ട, ഒന്നുമില്ലാതെ വിത്തൗട്ട് എനി ഒരു തേർഡ് പേഴ്സൻ്റെ ഒരു പ്രസൻസ് ഇല്ലാതെ നമ്മളുടെ പാഴ്സൽ നമ്മുടെ കൈ സേഫായിട്ട് എത്തിക്കുന്ന ഒരു ടെക്നോളജിയാണ് ഇവിടെ ഇവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഹലോ, വെൽക്കം ബാക്ക്. ഞാൻ പറയുന്നതേ ഈ അമേരിക്കയുടെ ടെക്നോളജി ഒരു സൂപ്പർ സംഭവം തന്നെയാണ് കേട്ടോ. എല്ലാം വിരൽത്തുമ്പിലാണ്. ഇവിടെ മാൻ പവർ അവർ മാക്സിമം കുറയ്ക്കുകയാണ്. അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം. ടെക്നോളജിയുടെ കാര്യത്തിലെ അമേരിക്ക എന്ന് മുന്നിലാണ്. അവരുടെ ഓരോ വണ്ടേഴ്സും നമ്മളെ അതിശയിപ്പിക്കുന്നതാണ്. അങ്ങനെ ഒന്നാണ് ഇത്. ഇവിടെ മാൻ പവർ എന്ന് പറഞ്ഞ പരിപാടിയില്ല കേട്ടോ. അവർ എത്ര മാൻ പവർ കുറയ്ക്കാവോ അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട്. ഇന്ന് ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഷോപ്പിംഗ് എന്ന് വെച്ചാലേ ഇപ്പോൾ ഓൺലൈനാണല്ലോ മെയിൻ. കടയിൽ പോകുന്നത് വളരെ ചുരുക്കം. പക്ഷേ ഈ ഓൺലൈനായിട്ട് നമുക്ക് ഡെലിവറി ചെയ്യുന്ന സാധനങ്ങൾ പല ഹോസ്റ്റലുകളിലും പല സ്ഥലങ്ങളിലും നമുക്കിത് കയ്യിൽ കിട്ടാറില്ല. ചിലപ്പോൾ അത് മിസ്സായിട്ട് പോകും, നമ്മളുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ റിട്ടേൺ ആയി പോകും, നമ്മൾ ആ സമയത്ത് അവൈലബിൾ അല്ലെങ്കിൽ OTP കൊടുക്കണം. അങ്ങനെയുള്ള 100 പ്രശ്നങ്ങൾ. ഈ കാണുന്നതെല്ലാമേ ലോക്കേഴ്സാണ്, നമ്മുടെ പാഴ്സലുകൾ ഡെലിവറി ചെയ്യാനുള്ള ലോക്കേഴ്സ്. പക്ഷേ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ ആളിൻ്റെ ആവശ്യമേ ഇല്ല, ഇതിനൊരു കീയും വേണ്ട. ഈ കാണുന്നതെല്ലാമേ പാഴ്സൽ വയ്ക്കാനുള്ള ഡിഫറെൻറ്റ് സ്റ്റോറേജ് ബോക്സസ് ആണ്. ഇത് വലിയ ലെങ്തുള്ള ബോക്സ് തൊട്ട് ചെറിയ ചെറിയ ബോക്സ് വരെ ഉണ്ട്. അപ്പം നമ്മുടെ പാഴ്സലിൻ്റെ ഏതാണോ സൈസ് അതനുസരിച്ച് നമ്മുടെ പാഴ്സൽ ഏത് പ്രൊവൈഡറാണോ കൊണ്ടുവരുന്നത് അവർ ഈ ബോക്സ് വയ്ക്കും. എല്ലാ ബോക്സിനും ഒരു സീക്രട്ട് കോഡുണ്ട്. ഈ ബോക്സുകളെല്ലാം പ്ലെയിൻ ആണ്, പക്ഷേ ഡിഫറെൻറ്റ് സൈസസ് ആണ്. ഇതിനകത്തൊന്നും വെളിയിലൊരു മാർക്കിങ്ങോ ഒരു നമ്പറോ യാതൊന്നുമില്ല. പക്ഷേ ഇതിനെല്ലാത്തിനും ഓരോ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ നമ്പർ ആ പാഴ്സൽ ഡെലിവറി ചെയ്യുന്നവർക്കും ഈ ബോക്സുമായിട്ട് കണക്ട് ചെയ്യുന്നവർക്കും മാത്രമേ അറിയത്തുള്ളൂ. ഈ ലോക്കറെല്ലാം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഡയറക്റ്റായിട്ടുള്ള പാഴ്സൽ ലോക്കേഴ്സാണ്. അതിൻ്റെ കാര്യങ്ങളെല്ലാം അവരിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പാഴ്സലിൽ ഇവിടെ ഡെലിവേർഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു SMS ഒരു മെയിലും വരും. കാരണം അതിനകത്ത് ഒരു സീക്രട്ട് കോഡ് കാണും. ആ കോഡ് നമ്മളിത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇത് നമ്മുടെ ATM പോലെ തന്നെയുള്ളതാണ്. ഇവിടെ കീബോർഡ് ഉണ്ട്. ആ കീബോർഡിൽ നമ്മൾ ആ സീക്രട്ട് കോഡ് ടൈപ്പ് ചെയ്യാം. നമ്മുടെ സീക്രട്ട് കോഡ് നമ്മളിതിൽ ടൈപ്പ് ചെയ്തിട്ട് കുറച്ച് ഡിസ്റ്റൻസ് വിട്ട് നിൽക്കണം. കാരണം ഇതിൻ്റെ ഡോറിൽ നിന്ന് മാറി നിൽക്കണം. ഈ ഉള്ള ഏരിയയിൽ എവിടെയാണോ അവിടെ നമ്മുടെ ലോക്കർ സ്വന്തമായിട്ട് ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാഴ്സൽ കയ്യിലെടുക്കാം. എന്താ അടിക്കണേ? വന്ന OTP പാസ്വേഡ്. ഓക്കെ, ഇനി മാറി നിൽക്കണം അല്ലേ? എവിടെ തുറക്കുക? ഓ, ഇറ്റ്സ് ഓപ്പൺ ഹിയർ. ഗ്രേറ്റ്. അപ്പോൾ ഇനി പാഴ്സൽ എടുക്കാം. സോ നൈസ്. ഇങ്ങനെ ചെയ്യുന്ന വഴിയെ നമ്മുടെ ഒരു പാഴ്സൽ പോലും മിസ്സാകില്ല, മോഷണമില്ല, ലോസ്റ്റ് ഇല്ല. നമ്മളുടെ കയ്യിൽ തന്നെ സാധനം എത്തപ്പെടുകയും ചെയ്യും.
ഇങ്ങനെ കുറേയേറെ ലോക്കേഴ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതെല്ലാം മിനിമം 3 ഡേയ്സ് മാത്രമേ ഇവരിവിടെ കീപ്പ് ചെയ്യുള്ളൂ. 3 ഡേയ്സ് കഴിഞ്ഞാൽ നമ്മുടെ പാഴ്സൽ റിട്ടേൺ ആയിട്ട് പോകും. അപ്പോൾ ഈ 3 ഡേയ്സിനകത്ത് എടുക്കണം എന്നുള്ളത് നമ്മളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ഇതാണ് നമ്മുടെ പാഴ്സൽ ഡെലിവറി ഏരിയ, കാർ പാർക്കിങ്ങിനോട് ചേർന്ന് തന്നെ. കുറേയേറെ ഉണ്ട് കേട്ടോ. 1, 2, 3 ക്യാബിൻസായിട്ട് തിരിച്ച് എല്ലാ സൈഡിലും ബോക്സസ് ആണ്. അപ്പോൾ എത്രത്തോളം പാഴ്സൽ ഇവർക്ക് ഇവിടെ കീപ്പ് ചെയ്യാമെന്നേ. ഡിഫറെൻറ്റ് സൈസസ്, ഡിഫറെൻറ്റ് ഷേപ്പ്. കാരണം പാഴ്സലിന് പല സൈസും ഷേപ്പും ഒക്കെ ആണല്ലോ. ഏത് സൈസിലുള്ള പാഴ്സലും ഇതിനകത്ത് കീപ്പ് ചെയ്യാം. ഇത് വലിയ നീളമുള്ള പാഴ്സലിനുള്ളത്. പിന്നെ താഴെ കാണുന്ന ഇതൊക്കെ ചെറുത്. അത് തരം തിരിച്ച് മുകളിലേക്ക് പോകും, ചെറുതായി. ഐഡിയ സൂപ്പർ അല്ലേ? നമ്മുടെ നാട്ടിലുള്ള അപ്പാർട്ട്മെൻറ്റുകളും ഇങ്ങനെയുള്ളൊരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്താൽ ഒത്തിരി പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. പാഴ്സലുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അതോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും.